ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് അല്ല, സോറി, ലൂപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. സോ ഫോർ ലൂപ്പ് അതിലൊരു ലൂപ്പാണ്. സോ നമുക്ക് ലൂപ്പുകളിലേക്ക് നമുക്ക് കിടക്കാം. സോ എന്തിനാണ് ലൂപ്പ്? നമുക്ക് വളരെ ബേസിക് ആയിട്ട് തുടങ്ങാം. അതാണ് നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്. സോ ലിസ്റ്റിലെ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ സോ ഇതിനുള്ളിൽ ഞാൻ കുറച്ച് നെയിംസ് ആഡ് ചെയ്യാൻ പോകും. ഇപ്പോൾ ഹലോ, ഹായ്, സാം, കിങ്, സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ലിസ്റ്റ്. സോ എൻ്റെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നെയിം, അതായത് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതായത് ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് മൈ നെയിം ഈസ് ഇപ്പൊ ഹലോ ഹലോ ആണ് എനിക്ക് പ്രിന്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാം. സോ ഇതാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ലിസ്റ്റിൽ നിന്ന് ഓരോ ഇൻഡെക്സ് വൈസ് നമുക്കിത് മാറ്റാൻ പറ്റും. അതായത് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ സീറോത്ത് വാല്യൂ ആണ്, അതായത് ഹലോ കണ്ടെയ്ൻ ചെയ്യുന്ന സീറോത്ത് വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇന്റർപോളേഷൻ ഇടാം, പിന്നെ ലിസ്റ്റ്. അപ്പോൾ ഇന്റർപോളേഷൻ ഇടുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ്സ് ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഇങ്ങനെ ഇടും. അതായത് കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും. സോ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ? മൈ നെയിം ഈസ് ഹലോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഇത് ഒറ്റ പ്രോഗ്രാമാണ്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇത് അല്ലാതെ നമുക്ക് ചെയ്യണം. മൈ നെയിം ഈസ് ഹലോ, മൈ നെയിം ഈസ് ഹായ്, സാം. അപ്പൊ നമുക്ക് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോഡ്സ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ അതെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? 0 1 2 3 4 0 1 2 3 4. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ കണ്ടില്ലേ? ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതില് നമുക്കൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം നിലവിലിപ്പോ ഒരു 4 വാല്യൂസ് ആണ്, അതായത് 5 വാല്യൂസ് ആണ്. 0 ഇൻവോൾവ് ചെയ്യാണ്ട് നമ്മൾ കൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വാല്യൂസും, എന്നാൽ 0 ഇൻവോൾവ് ചെയ്ത് നമ്മൾ കൗണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വാല്യൂസ് ആണ് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളത്. സോ ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഒറ്റ ലിസ്റ്റാണ്. ഇപ്പൊ ഇൻ കേസ് ഇതിലിപ്പോ ഒരു 1000 ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ 1000 ഡാറ്റയും നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഞാൻ 1000 പ്രാവശ്യം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇത് നമുക്കൊരു തലവേദനയാണ്. സോ ഇതൊന്നും പോസിബിൾ അല്ല. അതായത് 1000 വട്ടം ഇതിൽ ലിസ്റ്റിൽ വരുന്ന ഡാറ്റാസ് പ്രിന്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പോസിബിൾ അല്ല. സോ ഈ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്ന ആവർത്തിച്ച് വരുന്ന കോഡാണ്. അത് സെയിം കോഡ് തന്നെയാണ്, പക്ഷെ ഇതിൽ ith വാല്യൂ, അതായത് ഈ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. സോ ഇങ്ങനത്തെ സിനാരിയോസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫോർ ലൂപ്പ്, അതായത് ലൂപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ ലൂപ്പ് അല്ല, അതായത് ഫോർ ലൂപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ലൂപ്പാണ്. സോ ഇങ്ങനത്തെ സിനാരിയോസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലൂപ്പ്. സോ ഇതിന് നമുക്ക് ഒരു ലൂപ്പായിട്ട് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. സോ ഞാനൊരു ലൂപ്പ് ഇടാം. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ലൂപ്പ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഉഴുന്നു കമാൻഡ് ചെയ്യാം. വേറൊരുണ്ടല്ലോ, വേറൊരു മെത്തേഡ്. ഓക്കെ, ഇത് പിന്നെ ഒരു ക്ലോസിങ്ങും, ഇതൊരു കമാൻഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ലൈൻ വൈസ് ഞാനിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താവും? ഹൈഡ് ആയിരിക്കും, അതിൽ കോഡിൽ യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോർ ലൂപ്പ്, ഇപ്പം ഇതാണ് നമ്മളൊരു ബേസിക് ഫോർ ലൂപ്പ്. ബേസിക് ഫോർ ലൂപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കമാൻഡ് ചെയ്തിരിക്കുന്നതാണ് കോഡ്. ഓക്കെ, അതായത് ഞാൻ പുറത്തിടാം, നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടി മനസ്സിലാവും. സോ ഇതാണ് ഒരു ഫോർ ലൂപ്പ്. സോ ഈ ഫോർ ലൂപ്പിൽ നമുക്ക് വരുന്ന സംഗതികളാണ് എന്തൊക്കെ? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ. അതായത് ഫസ്റ്റ് നമുക്ക് വരുന്നൊരു ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നൊരു സംഗതിയാണ് കണ്ടീഷൻ. ഓക്കെ, ഇതൊക്കെ ഞാൻ വിവരിച്ചു തരാം. ഓക്കെ, കണ്ടീഷൻ. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നതാണ് ഒന്നില്ലെങ്കിൽ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ്. ഇതാണ് നമുക്ക് അടുത്തതായി വരേണ്ടത്, അതായത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ്. സോ ഇതാണ് ഒരു ബേസിക് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞത്.
എനിക്കറിയാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ഞാനത് കോഡ് ചെയ്ത് ചെയ്യാം. അതായത് ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യുക. അതായത് ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇനീഷ്യലൈസേഷൻ ആണ്. ഓക്കെ, സോ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇപ്പോൾ 10 ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ എൻഡിങ് ഉള്ള ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്. അതായത് ഇപ്പോൾ I++. ഇപ്പോൾ എനിക്ക് പ്ലസ് ചെയ്യാണ് വേണ്ടത്. I++ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മൾ ഓപ്പറേഷൻസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ I++ എന്ന് വെച്ച് കഴിഞ്ഞാൽ I+1 ആണ്. അതാണ് ഈ I++ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളൊരു ബേസിക് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇനിഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. സോ ഇതാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ഇപ്പോൾ ഇത് തന്നെ കൊടുക്കാം. ഇപ്പോൾ പ്രിൻറ്റിൻ്റെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്രിൻ്റ് ഇവിടെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. ഇപ്പോൾ സാമ്പ് വെറുതെ കൊടുത്തു നോക്കാം. ഓക്കെ, ഇത് ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യിക്കണേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ ലൈൻ തന്നെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കണത്, വ്യത്യാസമൊന്നുമില്ല. സോ അല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്തിട്ട് പിന്നെ ഡീബഗ് റൺ ചെയ്യിക്കാം. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി അതൊരു പിടുത്തം കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാനിത് റൺ ചെയ്യിക്കാൻ പോവാണ്. ഇപ്പോൾ റൺ ചെയ്യിച്ച മണ്ടിൽ മൈ നെയിം ഈസ് സാം എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വന്നു? 10 പ്രാവശ്യം വന്നു. ഇനി ഇതെങ്ങനെയാണ് ഇത് പ്രോഗ്രാം റൺ ആവുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡീബഗ് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നേരത്തെ മെത്തേഡാണ് പ്രോപ്പർ മെത്തേഡ്. ഓക്കെ, സോ ഞാനത് ഡീബഗ് ചെയ്യാൻ പോവുക. അതായത് പ്രോഗ്രാം എഴുതിക്കൂടെയൊക്കെയാണ് ഏതൊക്കെ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീബഗ് ചെയ്തത്. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചിതമായിട്ട് വരുന്നുണ്ടേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിന് ഇൻസ്റ്റാളേഷനൊന്നും നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഓൺലി ഫോർ സ്റ്റഡി, അതായത് ടീച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഭാവിയിൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു I = 0. അപ്പോൾ കണ്ടില്ലേ, I = 0 വന്നു കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ എന്തായി? 0 ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കണം. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ? I 0 ആണ്. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അപ്പോൾ അതായത് ഈ കണ്ടീഷൻ ട്രൂ ആയി. ഇവിടെ വരുന്ന കണ്ടീഷൻ എന്തായി? ട്രൂ ആയി മാറി. അപ്പോൾ ഈ ട്രൂ ആയി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബോഡി ഒരു വട്ടം പ്രിന്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ I++, അതായത് ബോഡി പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം ഇതിലേക്ക് ചാടിയത്, എൻഡ് വൈസിലേക്ക് ചാടിയത്, ഈ I++ലേക്ക് ചാടി. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്താവും? 1 ആയി മാറി. ഇപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 ആണോ? അതും ട്രൂ തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ എഴുതി വെച്ചാണ്, കണ്ടില്ലേ, ട്രൂ. അപ്പോൾ എന്തായി? ഇത് വീണ്ടും ബോഡിയിലേക്ക് ചാടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാം ഒരെണ്ണം നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്തു, രണ്ടാമത് പ്രിന്റ് ചെയ്തു, അതായത് ബോഡിയിലേക്ക് ചാടി. ഇപ്പോൾ രണ്ടാമത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാണ്. രണ്ടാമത് പ്രിന്റായി. സാം, മൈ നെയിം ഈസ് സാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പ്രിന്റായി. ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമുക്കിപ്പോൾ 10 പേരല്ലേ, 9 വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തി പറയണം, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 9 ഐൻ്റെ വാല്യൂ 9 ആയി. അപ്പോൾ 9 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 ആണോ? അതെ. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി, ബോഡിയിലോട്ട് പോയി, ബോഡി പ്രിന്റ് ചെയ്യിച്ചു, 9ാമത്തെ വാല്യൂ പ്രിന്റ് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് 10ാമത്തെ വാല്യൂയിലേക്ക് എത്തി. 10 ഈക്വൽ ടു 10 അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ വന്നപ്പോൾ എന്തായി? ഇത് എക്സിക്യൂട്ട് ആയി പോയി. അതായത് ഇത് ബ്രേക്ക് ആയി. അതായത് 10th വാല്യൂ ഇത് ട്രൂ ആണ്, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ആണ്, എന്നാൽ ഈക്വൽ ടു ആണ്. ഓക്കെ, അതായത് 10ന്റെ വാല്യൂ ഈക്വൽ ടു ആണ്. അത് എന്തായി? ഈ 10ാമത്തെ ഒരു ബോഡിയും കൂടി പ്രിന്റ് ആയി. അത് കഴിഞ്ഞ് I++. ഇനി ഐൻ്റെ വാല്യൂ 11 ആയി. ഇനിയാണ് നമ്മുടെ ഫിനിഷിങ്. ഓക്കെ, സോറി ഫോർ ദി നോയ്സ്. സോ ഇപ്പോൾ 11 ആയി. ഇപ്പോൾ 11 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 ആണോ? ഇതേ കണ്ടില്ലേ, ഫാൾസ്. ഇത്ര നേരം നമുക്ക് ട്രൂ വന്നിട്ട് ഇപ്പോൾ ഫോൾസ് ആയിപ്പോൾ എന്തായി? ഇത് ബ്രേക്ക് ആയി പോയി. അതായത് പ്രോഗ്രാം ഔട്ടായി. അതായത് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നിന്ന്, ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോഗ്രാം പുറത്തേക്ക് വന്നു. സോ ഇതാണ് എന്ത്? ഒരു ഫോർ ലൂപ്പ്. ഇപ്പോൾ ഇതിനെന്തിനാ നമുക്ക് പേരുണ്ട്. അതായത് ക്ലാസിക്കൽ ഫോർ ലൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് ലൂപ്പ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പക്ഷേ മെയിനായിട്ട് അറിയേണ്ടത് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ ഈ ഓരോ ലൈൻ വൈസ് ലൈന് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടി. സോ ഇത് ഞാനിപ്പോൾ പണ്ടത്തെ രീതിയിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു മനസ്സിലായി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു നെക്സ്റ്റ് പ്രശ്നമാണ് എന്ത്, ഇപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരൊറ്റ സിംഗിൾ ലൈനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തു. ഇപ്പോൾ ലിസ്റ്റിൻ്റെ വാല്യൂ എന്താണ്, 0th ഇൻഡെക്സ് ആണ്. അപ്പോൾ 0th ഇൻഡെക്സ് അല്ല ഇവിടെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചുതരാം. അതിന് ശേഷം ഇതിലേക്ക് പോകാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് രസമായിട്ട് തോന്നും. ഓക്കെ, ഇപ്പം ഞാൻ കൊടുത്തു. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ എന്താണ് ഐൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞില്ലേ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഐൻ്റെ വാല്യൂ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആണ് ഞാനിവിടെ പ്രിൻറ്റിൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്യിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കിക്കോ. കണ്ട, അതായത് ആദ്യത്തെ ഐൻ്റെ വാല്യൂ 0, അതിപ്പോൾ 0 പ്രിൻറ്റ് ചെയ്തു. 1 2 3 4 അങ്ങനെ എത്ര വട്ടം പ്രിൻറ്റ് ചെയ്തു, 10ാമത്തെ പ്രാവശ്യം വരെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ പയ്യൻ്റെ വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, 1 തൊട്ട് 4 വരെ പ്രിൻ്റായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതേ ഒരു സംഗതി തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടേക്ക് കൊടുത്താൽ മതി. അതേ ലൈൻ ഓഫ് കോഡ് ഇവിടേക്ക് പാസ് ചെയ്താൽ മതി. ഇനി പാസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ബ്രാക്കറ്റിൽ സെറ്റായി. സോ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടല്ലോ, ഈ ഇവിടെ കൊടുക്കും. കൊടുത്തു. ഇനി നമുക്കിപ്പോൾ ഒരു എററും കൂടി വരും. നമുക്ക് ആ എററും കൂടി ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിപ്പോൾ ലൂപ്പ് റൺ ചെയ്യിക്കാൻ പോണ്. കണ്ട, ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു. അതായത് ഇപ്പോൾ 10 വരെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. എന്നാൽ ഈ ലിസ്റ്റിനുള്ള എത്ര ഡാറ്റ ഉണ്ട്, 4 ഡാറ്റയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ അൺഹാൻഡിൽ എക്സെപ്ഷൻ, അതായത് റേഞ്ച് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് റേഞ്ച് എറർ. ഓക്കെ, അപ്പോൾ ഗ്രോയബിൾ ലിസ്റ്റ് അറയാണ് അനോണിമസ് ക്ലോഷർ എന്ന് വെച്ചാൽ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ 1 തൊട്ട് 4 വരെ പ്രിൻ്റ് ആയിട്ട് എന്നാൽ ഈ എറർ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 4 കൊടുത്തു എന്ന് വിചാരിക്കുക. 4 കൊടുത്ത് ഈ എറർ ഉണ്ടാവില്ല. ഓക്കെ, 4 കൊടുത്ത് നോക്കിയോ, കണ്ട 4 കൊടുത്തപ്പോൾ എറർ പോയി. കാരണം എന്ന് വെച്ചാൽ ഇതിൽ 4 ഡാറ്റ ഉള്ളൂ. പക്ഷേ ഇൻ കേസ് ഞാനിവിടെ ഒരു വാല്യൂ കൂടി ഞാൻ ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഞാനിവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ എക്സോടെ പ്രിൻ്റ് ആവില്ല. ബിക്കോസ് ഞാനിവിടെ 4 ഇത് 5ലേക്ക് ആക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ എത്ര എലമെന്റ്സ് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്കൊരു ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെ വരുന്ന സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അതാണ് എന്ത്, ലിസ്റ്റ് ഡോട്ട് ലെങ്ത്. സോ ഈ ലിസ്റ്റിൻ്റെ ലെങ്ത് ആയിരിക്കും എന്ത്, അതിൻ്റെ ഇൻഡെക്സ്. സോ ഇങ്ങനെ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിക്യൂഷൻ നോക്കി നോക്കാം. കണ്ടില്ലേ, അതായത് ഇവിടെ നമുക്കൊരു ഇഷ്യൂ വന്നു. അതായത് നമ്മൾ 0 തൊട്ട് എന്താണ് ലിസ്റ്റിൻ്റെ ലെങ്ത് വരെയാണ് നമ്മൾ പോയേക്കണത്. അപ്പം ഇങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ ഒരെണ്ണം പ്ലസ് ആയി പോകും. നമുക്ക് ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഇഷ്യൂ മാറും. ഇങ്ങനെ നമുക്ക് ഇഷ്യൂ മാറ്റാം. ഇത് ഒന്നാമത്തെ ഒരു മെത്തേഡാണ്. പക്ഷേ ഈ മെത്തേഡ് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ നമുക്കിത് യൂസ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ വെച്ചിട്ട് നോക്കുക, ഈക്വൽ ടു കളഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ മാത്രമാക്കുക. അപ്പോഴും എന്തുണ്ടാവില്ല, ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞുള്ളത് ഐൻ്റെ വാല്യൂ 0യിൽ നിന്ന് തുടങ്ങുന്നത് 1 ആക്കുക എന്നുള്ളതാണ്. അങ്ങനെയും ഈ ഇഷ്യൂ സോൾവ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കിപ്പോൾ സിനാരിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പ്രാവശ്യം നമ്മൾ പ്രിന്റ് ചെയ്തു. ഇപ്പോൾ ലിസ്റ്റിൽ ഇത്രയും മെത്തേഡ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് കുറച്ചും കൂടിയും ഈസിയായി മാറി. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ പാസ് ചെയ്തു, ബി എന്ന് പറഞ്ഞൊരു വാല്യൂ പാസ് ചെയ്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും നമുക്കത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നീണ്ടില്ലേ ഏറ്റവും അവസാനം XA XB. സോ ഇതാണ് നമ്മുടെ ഒരു പ്രോപ്പർ ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അതായത് നമുക്ക് കുറേ ലൂപ്പുകളുണ്ട്. ഫോർ ലൂപ്പ് അല്ലാണ്ട് വൈലുണ്ട്, ഡു വൈലുണ്ട്, ഫോർ ഇൻ ലൂപ്പ് ഉണ്ട്, ഫോർ ഈച്ച് ഉണ്ട്. പക്ഷേ വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആവും. സോ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ലൂപ്സിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.